അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷമല്ലോ? പിന്നെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ എല്ലാം നല്ല തകൃതിയായ മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഇന്നൊരു കുറച്ചൊരു സമാധാനം ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മഴയും വേണം, വെയിലും വേണം, എല്ലാം വേണം അല്ലേ? കാറ്റും വേണം, ഇടിയും വേണം, മിന്നും വേണം, എല്ലാം അള്ളാഹു നമുക്ക് നൽകുന്നതെല്ലാം തന്നെ അൽഹംദുലില്ലാ നമുക്ക് സ്വീകാര്യതുമാണ് അല്ലേ? എങ്കിലും ഒരുപാട് മഴയൊക്കെ പെയ്ത് ഇവിടെയൊക്കെ കടലിലൊക്കെ വെള്ളം കൂടുതലായി. കടൽ തൊഴിലാളികൾക്കൊന്നും പണിയില്ലാത്തൊരവസ്ഥയിലല്ലാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണോ നിങ്ങളെ നാട്ടിലെല്ലാം ഉണ്ടാകുന്നത്? വെള്ളപ്പൊക്കമെല്ലാം ഒരുപാട് സ്ഥലത്ത് ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായെന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. നമ്മൾ സങ്കടപ്പെട്ട് നമ്മൾ ദുആ ചെയ്യാനല്ലാണ്ട് നമുക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ശമിപ്പിച്ച് കൊടുക്കട്ടെ. പിന്നെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും എല്ലാവിധ നിഅമത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും അല്ലേ? പെട്ടെന്ന് തന്നെ ഉള്ള ഓരോ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇന്നലെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഞാനൊരു വാർത്ത അറിഞ്ഞിട്ട് ഞാൻ പോയി. കാരണം ഒരു ചെറിയ മോള് കേട്ടോ, ഒരു 31 വയസ്സുള്ളൊരു മോള് പെട്ടെന്ന് മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ട് പോയി. ചെറിയ 2-3 കുട്ടികളുണ്ട്. 3 കുട്ടികളുള്ളതാണ്. ഒന്ന് 4 വയസ്സുള്ളവരും തന്നെ അതിനെന്തോ അസുഖമായിട്ട് മരിച്ചുപോയിനി. അതുപോലെ തന്നെ 2 കുട്ടികളുണ്ട് കേട്ടോ, ഒന്ന് 3 വയസ്സുള്ളത്, ഒന്ന് 6 വയസ്സുള്ളതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ, കുട്ടികൾ ഉപ്പാൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ മയ്യത്തൊക്കെ കാണാൻ പോയി. അൽഹംദുലില്ലാ, എന്താ പറയണ്ടേ, നമുക്ക് ഏവർക്കും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ് പ്രദാനം ചെയ്ത് തരട്ടെ അല്ലേ? വല്ലാത്തൊരു ദയനീയാവസ്ഥയായി പോയി, സങ്കടം, മനസ്സിങ്ങനെ പൊട്ടിപ്പോന്ന മയ്യത്തിൻ്റെ മുഖം നമ്മൾ കാണുമ്പോൾ. ചെറിയ മക്കൾ ഓർക്കുമ്പോൾ അതിനേക്കാളും അപ്പുറം തന്നെ. അള്ളാഹു ആഖിറം വെളിവായി കൊടുക്കട്ടെ, എല്ലാ പിന്നെ സന്തോഷവും നാളെ മാശറിയിൽ കൊടുക്കട്ടെ അല്ലേ? എന്നല്ലാണ്ട് ഇപ്പം എന്താ പറയുക, പെട്ടെന്ന് എന്തൊരു വയറുവേദന അങ്ങനെ എന്തോ പറയുന്ന കേട്ടത്. അതിൻ്റെ ജ്യേഷ്ഠത്തി മരിച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. അതും ചെറുപ്പക്കാരത്തിയാണ്, 32 വയസ്സ് 33 വയസ്സായിട്ടുള്ളവരാണ് ജ്യേഷ്ഠത്തി മരിച്ചത്. അതുപോലെ തന്നെ ഉമ്മ മരിച്ചിട്ട് 10-12 വർഷമായി, അതും ചെറുപ്പക്കാരത്തിയാണെന്നുണ്ടായി. പെട്ടെന്നുള്ള മരണം താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാട്ടെ. ഇനിയുള്ളവർക്കും അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അല്ലേ? ഞാനിന്ന് നിങ്ങളോട് പറയുന്ന വിഷയം എന്ന് വെച്ചാൽ, വളരെ ദുഃഖിച്ചിട്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും ഉണ്ടല്ലേ. ഇന്നെന്ന് വെച്ചാൽ ഗൾഫ് നാട് നമുക്ക് എപ്പോഴും ശാശ്വതമല്ല. നമുക്ക് ഗൾഫ് എപ്പോഴും ശാശ്വതമല്ല. പല അസുഖങ്ങളും അവിടുന്ന് വരുന്നുണ്ട്, പല കാര്യങ്ങളും അവിടുന്ന് വരുന്നു. പക്ഷേ അവിടുത്തെ അസുഖം വന്ന് നമ്മൾ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല പൈസ നമ്മൾ പൊട്ടും. കാരണം ഞാനൊരു ഗൾഫ് പ്രവാസിയാണെന്നല്ല, അതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ അതുപോലെ തന്നെ പല ആളുകളുടെയും വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സങ്കടമാകുന്നുണ്ട്. പക്ഷേ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾ പോയിട്ട് മാത്രമേ കാര്യമുള്ളൂ. അല്ലാത്ത മടി കൂടുതൽ 90% മടിയുള്ള ആൾ പോയിട്ട് യാതൊരു കാര്യമില്ല. ആരും അവരെ പിന്താങ്ങാൻ വേണ്ടി നിൽക്കൂല അല്ലേ? ജോലി ചെയ്യാൻ താല്പര്യം, ജോലി ചെയ്യാനുള്ളൊരു മനസ്സുള്ളവർക്ക് മാത്രമേ ഗൾഫ് വിദേശ നാട് എന്ന് പറഞ്ഞാൽ പ്രവാസ ലോകം പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല ജോലി ചെയ്യുന്നവർക്കൊക്കെ തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ കുറേ ഉമ്മമാർ വിളിച്ച് കരയുന്നുണ്ടായിനി. കാരണം ജോലി നഷ്ടപ്പെട്ടില്ല, എല്ലാവരും ക്യാൻസൽ അടിച്ചിട്ട് തിരിച്ചു വരെയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം വാ കീറി തന്നെ പടച്ച റബ്ബിന് തന്നെ അറിയാം അതിൻ്റെ വഴിയും കണ്ടെത്തി തരാൻ അല്ലേ? പിന്നെ നമുക്ക് കുറച്ച് പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്താ കടങ്ങളുണ്ടാവും. ഒക്കെ വിചാരിച്ചിട്ട് എല്ലാം നേടി എല്ലാം സമാധാനമായിട്ട് ജീവിക്കാൻ, എല്ലാം ശരിയായിട്ട് നാട്ടിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ അവിടെ നിന്ന് എന്തെല്ലോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും കാര്യവും ഇല്ല അല്ലേ? അപ്പോൾ പിടിച്ചു നിൽക്കാൻ എല്ലാ കമ്പനിക്കാരും അങ്ങനെ പിടിച്ചു നിൽക്കുമൊന്നും ഇല്ല. പരമാവധി നാട്ടിലേക്ക് പോകാൻ വിസ കഴിയാനായ ആൾക്ക് വേഗം വിസ ക്യാൻസൽ അടിച്ച് കൊടുക്കുകയും ചെയ്യുക. കാരണം ഒരു മാസം മുമ്പേ അവർ പോകുന്നുണ്ടെങ്കിൽ അവർ സാലറി അവർക്ക് മെച്ചം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഈ യുദ്ധ കാലാവസ്ഥയിലും ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ് കാര്യങ്ങളിലായാലും അതിനെല്ലാം ബിസിനസ്സിലെല്ലാം ഭയങ്കര പരാജയമായിരിക്കും ഉണ്ടാകാൻ. അപ്പോൾ ഈ സ്റ്റാഫുകൾക്കൊക്കെ തന്നെ സാലറി കൊടുക്കണമല്ലോ. ഏത് മേഖലയിലായാലും സ്റ്റാഫുകളുള്ള ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിലായാലും ആൾക്കാർ കുറവേ ഉണ്ടാവുള്ളൂ. കാരണം ഇങ്ങനെ യുദ്ധങ്ങളാകുമ്പോൾ ജോലി കഴിഞ്ഞ് പോകുന്ന പോക്കിൽ എവിടുന്നാ എന്തെങ്കിലും ഒരു കുറച്ച് ഫുഡ് വാങ്ങാൻ പറ്റുന്ന ആ ഫുഡും വാങ്ങിയിട്ട് റൂമിലേക്ക് അങ്ങ് ഇരിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ആദ്യമേ ഉള്ള പോലത്തെ ഒരു സുഖ സൗകര്യത്തിൽ ആൾ ജീവിക്കാൻ നിൽക്കില്ല. കാരണം ഇത് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പൈസയും നമ്മൾ ചിലവ് ചുരുക്കി ജീവിക്കാൻ വേണ്ടി നോക്കും. കാരണം നിന്ന് വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട്.
അപ്പം അങ്ങനെ ചിന്തിക്കാത്ത ആൾ അതേ ഉള്ള പോലെ കളി കളിക്കും. പക്ഷേങ്കിൽ ഈ പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ള ആളെന്ന് വെച്ചാൽ ചുരുങ്ങി ജീവിതം ചുരുക്കി കൊണ്ടുവരും. എങ്ങനെ വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നത് ആർഭാട ജീവിതമൊക്കെ ചുരുക്കി കഴിച്ചു കൂട്ടാൻ വേണ്ടി നോക്കും. അപ്പോൾ അവരൊക്കെ തന്നെ ഈ കച്ചവട സ്ഥാപനത്തിലായാലും റെസ്റ്റോറൻറ്റുകളിലായാലും ഒക്കെ പോക്ക് കുറച്ച് വരും. അപ്പോൾ എല്ലായിടത്തും വൻ പരാജയമായിപ്പോവും. അപ്പോൾ ഈ പരാജയപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ ബിസിനസ്സിലായാലും എവിടെയും പരാജയം വരുമ്പോൾ ഉള്ള സ്റ്റാഫിന് മൊത്തത്തിൽ സാലറി കൊടുക്കാൻ അവരും ബുദ്ധിമുട്ടും. അപ്പോൾ അവർ ഏകദേശം വിസ കഴിയാനായ ആളെല്ലാം പെട്ടെന്ന് തന്നെ വിസ ക്യാൻസലാക്കിയിട്ട് നാട്ടിലേക്ക് പോയിക്കോന്ന് പറയും. അപ്പോൾ 1 മാസം 2 മാസം 3 മാസം ആയാലും ഒരു സ്റ്റാഫ് പോയാൽ അവർക്ക് ആ സാലറി മെച്ചം തന്നെയാണ്. ഇല്ലെങ്കിൽ അവർ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. പരാജയം വരുമ്പോൾ അങ്ങനെയാണ്. സ്റ്റാഫിനൊന്നും എന്തായാലും അവർ വീട്ടിലെല്ലാം ആവശ്യം ഉണ്ടാകുന്നല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ വരുന്ന ആൾക്കാർ വരുന്ന വിചാരിച്ച് ഇവിടുന്ന് മനം പൊട്ടി കരഞ്ഞിട്ട് കാര്യമില്ല. അതിന് വേറൊരു പോം വഴി പടച്ച റബ്ബ് കരുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോ സമയവും സന്ദർഭവും അള്ളാഹ് വെച്ചിട്ടുണ്ടാവും. ഓരോ സമയത്ത് ഇത്ര തീയതി വരെ ഇത്ര സമയം വരെ നിൻ്റെ വെള്ളം ഇവിടെ ഉള്ളൂ, പിന്നെ നിൻ്റെ വെള്ളം വേറൊരു സ്ഥലത്താണ്, വേറൊരു ലോകത്താണ് എന്നൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനൊന്നും ദുഃഖിച്ചിട്ടും കരഞ്ഞിട്ടും ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തിട്ട്, അള്ളാഹുവേ നീയാണ് ഓരോ പരീക്ഷണം തരുന്നത്, നീയാണ് എല്ലാം പരിഹാരം തരുന്നവൻ. അള്ളാഹ് നീ എല്ലാം പരിഹരിച്ച് സമാധാനത്തിലാക്കി തരണേ. അള്ളാഹ് മനസ്സിൽ ഒരുപാട് ദുഃഖഭാരമുണ്ട്. അള്ളാഹ് ഒരുപാട് കടത്തിലാണല്ല, ഇത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അള്ളാഹ്. അതുപോലെ ഒരുപാട് മുറാദുകളും ആവശ്യങ്ങളുണ്ട് അള്ളാഹ്. നീ എല്ലാം നിറവേറ്റി തരണേ റഹ്മാനായ തമ്പുരാനെ, റഹ്മാനായ റബ്ബെ എന്ന് പറഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആക്കിബത്ത് നന്നാക്കിക്കൊണ്ട് നല്ല തക്വയോടുകൂടി കിബിലയിൽ നമസ്കാരത്തിന് ശേഷം കിബിലയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ദുആ നിങ്ങൾ ചൊല്ലുക. ഈ ഒരു ദുആ ചൊല്ലിയിട്ട് കിബിലയിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി നമ്മൾ മനസ്സ് പൊട്ടി ദുആ ചെയ്യുക. അല്ലാഹുവേ നീ എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരണേ അല്ലാ, നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ഖൈറും ബർക്കത്ത് നീ ഏറ്റവും പ്രദാനം ചെയ്തു തരണേ അല്ലാ, കടത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ, എല്ലാ ആവശ്യങ്ങളും അല്ലാഹുവേ നീ തീർത്തും പരിഹരിച്ചു തരണേ അല്ലാ, മുറാദുകളൊക്കെ ഹാസിലാക്കി തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുക. ഈ ദുആക്ക് പ്രത്യേകിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് പൊട്ടിയിട്ടുള്ള ദുആ ഉണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. പിന്നെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഓരോരാളുകളും പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ഒരു ഫലം കിട്ടുന്നില്ല എന്ന്. കാരണം നമ്മളെ കയ്യിൽ നിന്നോ അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റുകുറ്റങ്ങളോ ചെറിയ അണുമണിത്തൂക്കം തെറ്റുകുറ്റങ്ങൾ നമുക്ക് തോന്നും. പക്ഷെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത് വലുതായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മയെ ഉണ്ടാവില്ല. ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ ഇബാദത്തും ദിക്റുകളും സലാത്തുകളും അതുപോലെ ഖുർആനും ഒക്കെ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതിന് മുമ്പേ അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യുക. അള്ളാഹുവേ എനിക്ക് ഓർമ്മയില്ല അല്ലാ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ അടുത്ത് നിന്ന് വല്ല തെറ്റുകുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഞാൻ അള്ളാഹുവിലേക്ക് ഞാൻ പ്രായശ്ചിത്തം ചെയ്ത് മടങ്ങുകയാണ് അല്ലാ. അള്ളാഹു ഇനി ഞാനൊരു തെറ്റ് കൊള്ളുകയും ഞാൻ പോകൂല അല്ലാ. അള്ളാഹു നീ എനിക്ക് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പുറത്തു തരണേ അല്ലാ. നാളെ മഹശറ എന്നൊക്കെ ഇതിലേക്ക് നീ എനിക്ക് വെക്കല്ലേ അല്ലാ, മഹശറ ജീവിതത്തിൽ എനിക്കിത് ബാക്കിയായി വെക്കല്ലേ അല്ലാ എന്ന് പറഞ്ഞ് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം തരും. അല്ലാതെ ഇവിടെ ഒരുപാട് കുന്നോളം പ്രശ്നങ്ങളും വെച്ച് ഇവിടെ നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. അതാണ് ഓരോ ഉമ്മമാരായാലും ഓരോ ആളുകളായാലും എന്നോട് പറയുന്നത്. പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ഇപ്പോഴും എനിക്ക് വോയിസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചിലത് സാധിക്കുന്നില്ല, ഒന്നും ചൊല്ലിയിട്ടും അത് ഫലിക്കുന്നില്ല, അതിനൊരു പരിഹാരം കാണുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നമസ്കാരം നിർവഹിക്കുന്ന അല്ലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പലവിധ ആശങ്കകളുണ്ടാവും. പലവിധ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മനസ്സിനെ ഫ്രീ ആക്കി വെക്കാണ്ട് ഇത് ഓതിയിട്ട് യാതൊരു കാര്യമില്ല അല്ലേ. നമ്മളൊരു പണിയെടുക്കുമ്പോൾ ആ പണിക്കകത്ത് മാത്രം ചിന്ത കൊടുത്താൽ മാത്രമേ അത് ആ പണി കൃത്യമായിട്ട് കറക്റ്റായിട്ടും കിട്ടുള്ളൂ. ഒരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തേച്ചിന് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് വരൂ. അല്ലെ, അത് കണക്കായ വേവ് കിട്ടും, കണക്കായ രുചി കിട്ടും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സ് ആശങ്കപ്പെടുത്തിക്കൊണ്ട് ചെറിയ സൗണ്ട് കേൾക്കും. കുട്ടികൾ കാർട്ടൂൺ ഫിലിം വെച്ചിട്ടാണ്, കാർട്ടൂണിൻ്റെ എന്തോ ഇതില്ലേ കുട്ടികൾ കളിക്കുന്നത്, അത് വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ.
അപ്പം ഞാൻ പറയാം, നമ്മുടെ മനസ്സ് ആകുലമായി ചിന്തിച്ച് പല കാര്യങ്ങളിലും വ്യസനിച്ച് മനസ്സ് വല്ലാതെ വിഭ്രാന്തിയായിട്ട് നമ്മൾ എന്ത് അമലുകൾ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല, അത് കൃത്യമായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകാത്തത്. കാരണം ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ നമുക്കത് ഫലവത്താവുള്ളൂ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഞാൻ ഇതിൽ എഴുതി വെച്ചേരും, അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഈ ദുആ നിങ്ങൾ എഴുതി വെച്ചോട്ടെ. കാരണം നമ്മൾ സീറോയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും വലിയ പൂജ്യത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ബിഗ് ഹൈയിലെത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ച ഒരു നിമിഷം മതി. ഒരു ദിക്ർ കൊണ്ടുപോലും നമുക്ക് ഫലം കിട്ടും. അത് ആത്മാർത്ഥമായിരിക്കണം. നമ്മുടെ മനസ്സ് ഹൃദയം പരിശുദ്ധമായിരിക്കണം. ശുദ്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്തേണ്ടടുത്ത് എത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ എങ്ങനെ വണ്ടി പിടിച്ച് പോയാലും എങ്ങനെ ഫ്ലൈറ്റ് പിടിച്ച് പോയാലും നമ്മൾ എത്തൂല. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ എത്തേണ്ടതുപോലെ എത്തിച്ചു കൊടുത്താൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അതിന് തക്കതായ പ്രതിഫലം നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുള്ളൂ. അപ്പോൾ ഞാൻ പറയാം, പരിശുദ്ധമായ ഖുർആനിലുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന ഇത്. അതിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ ഓതുക. നിങ്ങൾ എന്ത് കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ, പടച്ച റബ്ബിനോട് ചോദിക്കുന്നതിന് മുമ്പേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി തരും. കാരണം ആ ഒരു പ്രാർത്ഥന എന്ന് വെച്ചാൽ നമ്മൾ കിബിലയിൽ ഇരുന്നുകൊണ്ട് വേണ്ടി വേണം. അതിനാണ് നമസ്കാരത്തിന് ശേഷം എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന ഒന്നും ചെല്ലുന്ന സമയത്ത് ഒരിക്കലും സംസാരിക്കാൻ വേണ്ടി പാടില്ല. നമസ്കാരം കഴിഞ്ഞ് നമ്മൾ സലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഓതാനുണ്ടാവും. ആ ഓതിയതിന് ശേഷം ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ആരോടും സംസാരിക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അപ്പോൾ അള്ളാഹും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാളും ഞാനും അള്ളാഹും കൂടി മാത്രമുള്ള സമയമാണേത് ഈ പ്രാർത്ഥനയുടെ സമയം. അള്ളാഹുവിലേക്ക് കിബിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന സമയം എന്ന് വെച്ചാൽ അത്രയും വിലപ്പെട്ട സമയമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അത്രയും മഹത്തായ ഒരു പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ മുടങ്ങാതെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാം അള്ളാഹുവിലേക്ക് പ്രായശ്ചിത്തം ചെയ്തതിന് ശേഷം മാത്രം ചെയ്തതിനെ കൊണ്ടേ നമുക്ക് കാര്യം കിട്ടുള്ളൂ. അപ്പോൾ അത് തക്കതായ സമയത്ത് നമുക്ക് ഉത്തരം കിട്ടണ്ടേ. അല്ലാണ്ട് നമ്മളതിനെ വെറുതെ തമാശയിലേക്ക് കൂടി ഓതുന്നതല്ല അല്ലേ, ചെല്ലുന്നതല്ല ഒന്നും തന്നെ. അപ്പോൾ നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുക. അതിന് ശേഷം നിങ്ങൾ 333 തവണ ഇന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട്, ഇന്ന കാര്യങ്ങളിൽ ഞാൻ പരാജയപ്പെട്ട് പോവുകയെന്ന്, ഞാൻ ഇത്ര കടത്തിലുണ്ട്, എല്ലാവരും ജോലി ഇല്ലാതെ ക്യാൻസലാക്കിയിട്ട് നാട്ടിലേക്ക് വരികയും ചെയ്യുന്നു. അതുപോലെ ഒരാളും രണ്ടാളും മൂന്നാളും എന്നല്ല എന്നോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും റിസൈൻ ചെയ്ത് വരികയും ചെയ്യുന്നു അങ്ങനെ. കാരണം മാറി പണിയെടുക്കാൻ നോക്കുമ്പോൾ അവിടെയും ആളെ സ്വീകരിക്കുന്നൊന്നുമില്ല. ഇപ്പം പെട്ടെന്ന് തന്നെ പണി കൊടുക്കാത്തൊരു ടൈമാണ്, ചൂടും കൂടിയ സമയമാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ അവിടെ ടെൻഷൻ അടിച്ച് നിൽക്കാൻ പറ്റുന്നൊരു ക്ലൈമറ്റല്ല ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പം നാട്ടിലേക്ക് വരുന്ന ആളെ മനസ്സിന് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. ഒരുപാട് പണി കഴിഞ്ഞ് വരുന്ന ആൾക്ക് ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാവും, ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. അടുത്തത് എന്താണെന്ന് ചെയ്യുക. അപ്പോൾ നാട്ടിലുള്ളവരും കൂടി ഇങ്ങനത്തെ ഒരു ടെൻഷനിലാകുമ്പോൾ പിന്നെ തീർന്നു, അവരുടെ കാര്യം പിന്നെ കട്ടപ്പുകയായി പോകും. അതിനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അപ്പം ഞാൻ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം മദീനയിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഒന്നുമില്ലാതെ കടന്നു വരുന്ന സമയത്ത് ഓതിയ ഈ ഒരു ദുആ, ഈ ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. പ്രാർത്ഥന ഓതാണ്ട് പ്രാർത്ഥന ആവില്ലല്ലോ, ഈ ഒരു പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അത്രയും മഹത്വം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് തരും. എല്ലാ കാര്യങ്ങളും തന്നെ പെട്ടെന്ന് സാധിപ്പിച്ച് തരും. അപ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കിബിലയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ ആക്കിബത്ത് നന്നാക്കുക, ഹൃദയം നന്നാക്കുക. നമ്മൾ തഖ്വ വേണം, വിശ്വാസം വേണം. അത് വിശ്വാസം കൊണ്ട് മാത്രം ചെല്ലിയാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള വിശ്വാസം, അള്ളാഹു എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരും, എന്നെ വിജയിപ്പിച്ചു തരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫായ്ദ കിട്ടും. പിന്നെ നിങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ 7 സൂറത്തുൽ ഫാത്തിഹ, 1 സൂറത്തുൽ യാസീൻ, 1 സൂറത്തുൽ ഫത്ഹ് ഓതുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ യാ ഫത്താഹ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് എന്ന
2 ഇസ്മ 333 തവണ നിങ്ങൾ ചെല്ലുക. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും അത്രയും പ്രാവശ്യം ചെല്ലുക. നമ്മുടെ ആവശ്യങ്ങളാണ്. അതിൻ്റെ കൂടെ ഈ പ്രാർത്ഥനയും കൂടി ഈ ദുആയും കൂടി നിങ്ങൾ ചെല്ലുക കേട്ടോ. അപ്പോൾ ആ ദുആ ഞാൻ എഴുതിയിട്ട് ഇതിലിടുക, നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തോട്ടോ. ഈ പ്രാർത്ഥന എന്ന് വെച്ചാൽ നിങ്ങളുടെ സകലമാന കാര്യങ്ങളും ഉദ്ദേശങ്ങളും നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ആക്കിപത്ത് നമ്മളെ മനസ്സിൽ വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നല്ല മനസ്സോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി, നല്ല അർഫോടുകൂടി നിങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലുക. എന്നിട്ട് ദുആ ചെയ്യുക. എന്നെ കൈവിടല്ല നാഥാ, എനിക്ക് വേറെ അല്ലാഹുവേ നീ കൈവിട്ട എനിക്ക് വേറൊരു ഇലാഹില്ല റബ്ബേ, നീ എൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് എനിക്ക് എത്ര എളുപ്പത്തിൽ എല്ലാത്തിനും നീ പരിഹാരം കാണിച്ചു തരണേ അല്ലാ എന്ന് നമ്മൾ കരഞ്ഞ്, നമ്മളെ ആവശ്യം നമ്മൾ കരഞ്ഞു പോകും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞു പോകും അല്ലേ. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ പിന്നെ ആരുടെ മുമ്പിലാണ് നമ്മൾ മനസ്സ് പൊട്ടിക്കരിയുക. ഞാനല്ല ഒരുപാട് പ്രാവശ്യങ്ങളിൽ ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് കരഞ്ഞ ആളെല്ലാം ഞാൻ കേട്ടോ. അതിനൊക്കെ തന്നെ തക്കതായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നൽകി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ എന്തിനും നമ്മൾ പേടിച്ച് നിൽക്കരുത്. നമ്മൾ പഠിച്ച റബ്ബ് നമുക്കുണ്ടല്ലോ. ആ ഒരു ആത്മവിശ്വാസമാണ് നമ്മളെ കൈവിടാതെ എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസം നമ്മൾ ചിലപ്പം വിഷമിക്കുമായിരിക്കും. 4ാമത്തെ ദിവസം നമുക്ക് നല്ലൊരു ദിനം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു നമ്മളെ കൈവിടൂല. കാരണം അത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത ആൾക്കാരാണ് നമ്മളെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ ചേർത്ത് പിടിക്കും. അള്ളാഹു നമ്മളെയും ചേർത്ത് പിടിക്കും. അപ്പോൾ ദുആ ഇതാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്നാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന ദുആയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. നിങ്ങളൊരു 27 പ്രാവശ്യം അല്ലെങ്കിൽ 29 പ്രാവശ്യം നിങ്ങൾ ഇതന്നെ ആവർത്തിച്ചിട്ട് ദുആ ചെയ്യുക കേട്ടോ. ഈ ദുആ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ് കിബിലയിൽ ഇരിക്കണം നിർബന്ധമാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഇരു കൈയിൽ നീട്ടി നമ്മൾ ദുആ ചെയ്യുക. ആ ദുആയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം നൽകി തരും. നമ്മളെ കൈവിടൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ മഗ്‌രിബ് ഇശാൻ്റെ ഉള്ളിൽ മഗ്‌രിബ് നമസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓതാനുള്ളതെല്ലാം എപ്പോഴും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് ഓതിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പം ഉള്ള ഈ മാനസിക പ്രശ്നം കാരണം എല്ലാവരും വിദേശത്തുനിന്ന് ജോലി നിർത്തി പോരുകയാണ്. അതുപോലെ തന്നെ വിസ കാലാവധി കഴിഞ്ഞ് ക്യാൻസലടിച്ച് വരികയാണ്. പെട്ടെന്ന് തന്നെ ജോലി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ വിസിറ്റിങ്ങിന് പോയ കുട്ടികൾക്കൊന്നും ജോലി ശരിയായിട്ടില്ല, അവർ തിരിച്ചു വരികയെന്നൊക്കെ പറഞ്ഞ് ആകെ കുടുംബം ഒരു പ്രതീക്ഷയോട് കൂടിയാണല്ലോ ഗൾഫ് നാട്ടിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ ശരിയല്ലാത്തത് കൊണ്ടാണ് കുവൈത്തിലായാലും ഖത്തറിലായാലും എവിടെയും ജോലിൻ്റെ കാര്യം പെട്ടെന്ന് കിട്ടാത്തത്. അതാണ് എല്ലായിടത്തും ജോലി സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പം പിന്നെ ജോലിയിൽ പ്രയാസമുള്ളവർ 2 വർഷം ആയിട്ടില്ലേ തിരക്കേട് നമുക്കൊന്ന് നാട്ടിലെത്തി കിട്ടിയാൽ മതി എന്നുള്ള മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നാട്ടിൽ വന്നാൽ മനസ്സമാധാനം കൊടുക്കണം. അവർ യാതൊരു കാരണവശാലും വേദനിപ്പിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ വന്നെത്തും. കാരണം അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ് ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഉണ്ടാകുക. നമുക്ക് നാട്ടിൽ നിൽക്കുന്ന ഇത് അനുഭവിക്കുന്ന ആൾക്കും നമുക്ക് നല്ല ഭാഗ്യം യോഗവും വേണം കേട്ടോ. അവരെ മാത്രം കുറ്റം പറയാനോ വഴക്ക് പറയാനോ പിണങ്ങി നിൽക്കാനൊന്നും പാടില്ല. ഇത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒറ്റപ്പെടുത്താൻ വേണ്ടി പാടില്ല. നമ്മൾ ചേർത്ത് പിടിക്കുക. ജോലി ആകുന്നത് വരെ, പുതിയ വിസ ശരിയാകുന്നത് വരെ അവരോടൊപ്പം നല്ല സന്തോഷമായിട്ട് നിൽക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി നിൽക്കുക. ഒറ്റപ്പെടുത്താൻ വേണ്ടി പാടില്ല, കുറ്റപ്പെടുത്താൻ വേണ്ടി പാടില്ല. കാരണം ഇപ്പോൾ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. നമുക്കെല്ലാം മനസ്സിലായ കാര്യങ്ങളാണ്. അല്ലാതെ നാട്ടിൽ നിൽക്കുന്ന ആൾ അതാ ഞാൻ പറഞ്ഞത്, ആടുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ആടുത്തെ ഫുഡൊക്കെ നമ്മൾ ചുരുക്കി എല്ലാ സമയവും നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാനുള്ള ഫുഡൊന്നും വാങ്ങാനുള്ള അവിടെ ഒരു അസുഖം വന്നാൽ തന്നെ തീർന്നു നമ്മളെ കാര്യം. കാരണം ഇൻഷൂർ ഉണ്ടെങ്കിലും കുറച്ച് പൈസ നമുക്ക് വേണ്ടി വരും. ഡിസേബിളാർക്ക് ഇൻഷൂർ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നാലും കുറച്ച് പൈസ വേണ്ടി വരും. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ഒന്നും നമുക്ക് നടക്കൂല. പക്ഷെ നാട്ടിലെ ആവശ്യം ഓർത്തിട്ട് നമ്മളത് ചുരുക്കി കൊണ്ടുവരും. ഇതൊന്നും നാട്ടിലുള്ള ആളറിയില്ല. എല്ലാവരും വിളിക്കുമ്പോൾ സന്തോഷമാണോ സുഖമാണോ കലാസ്. പിന്നെ നമ്മൾ വിചാരിക്കും എല്ലാം കല്ലുവല്ലി നാട്ടിൽ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഗൾഫിലേക്ക് വന്ന് നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാമെന്നാണല്ലോ നമ്മൾ ഗൾഫ് പിന്നെ വിദേശത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് വന്നത് അല്ലേ. ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആത്മാർത്ഥമായിട്ട് വന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹൈറ് വെച്ചിട്ടുണ്ടാവും എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ നമ്മൾ നിൽക്കുക. ഇതൊക്കെ നിങ്ങൾ ഓതി ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ
മഗ്‌രിബ് ഇശാ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇശാ നമസ്കാരത്തിൻ്റെ ഉള്ളിൽ മഗ്‌രിബ് നമ്മൾ ഓതാനുള്ളതെല്ലാം ഓതിക്കഴിഞ്ഞ് ഇശാ നമസ്കാരത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഇത് ഓതുക. അസ്മാഉൽ ഹുസ്ന ഒരു തവണ ഓതുക. അതുപോലെ തന്നെ ഒരു തവണ അയലമ സലാത്ത് ഓതി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ എപ്പോഴും സ്ഥിരമാക്കുന്നവർക്ക് ഒരിക്കലും യാതൊരു വലിയ പ്രശ്നങ്ങളിൽ പെടുന്നുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരൊറ്റ ഉയർത്തലാണ് കേട്ടോ. അപ്പോൾ തകരുന്നതിൽ നിന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പോലെ നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവും. വീഡിയോ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആരും തന്നെ ആത്മാർത്ഥമായിട്ട് ലൈക്ക് ചെയ്യുന്നില്ല. ഒരു ലൈക്കിന് വേണ്ടി മാത്രം ഞാൻ ചോദിക്കുന്നുള്ളൂ. അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് പല ആവശ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് ചെയ്യാനും മടിയാണ്. പിന്നെ അവരോടൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മനസ്സ് അങ്ങനെ ആയിപ്പോയി. മനസ്സ് ശുദ്ധിയുള്ളവർക്ക് മാത്രമേ അള്ളാഹ് ഹൈറും ബർക്കത്തും നിഅമത്തും കൊടുക്കൂ അല്ലേ. മനസ്സ് നല്ല ഇതായിരിക്കണം, നിഷ്കളങ്കമായ മനസ്സായിരിക്കണം. അസൂയ, പോര്, കേട്, ഷിഹർ, ഇതൊന്നും കണ്ണേറ് ഇതൊന്നും ഇല്ലാത്തവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൂടി വിളിക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും. അപ്പം ചോദിക്കും നിങ്ങൾക്ക് ലൈക്ക് എന്ത് കിട്ടാമെന്നാ. ലൈക്ക് നിങ്ങളെ ഓരോരാളെ കൈകളിലേക്കാണല്ലോ ഈ വീഡിയോ ഉള്ളത്. അപ്പം നിങ്ങളല്ലേ ലൈക്ക് തരേണ്ടത്. നിങ്ങൾ ലൈക്ക് തരാൻ നിങ്ങൾക്ക് കൂട്ടാക്കുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ ലൈക്ക് തരിക. അതുപോലെ തന്നെ എല്ലാവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഉയരാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഒന്നിച്ച് ഉയർന്ന് നമുക്ക് കാണണ്ടേ. വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് നമ്മൾ എത്തണം. പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്താതെ വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും തന്നെ പരാജയം എന്തെന്ന് അല്ലാഹുവേ തലതാത്തി നടക്കാനുള്ളൊരു സന്ദർഭം നീ ഒരുക്കല്ലേ അല്ലാഹ്. നീ വിജയത്തിൻ്റെ പാതയിലേക്ക് നമ്മളെല്ലാവരെയും കൈകോർത്ത് ഉയർത്തി തരണേ അല്ലാഹ് എന്ന് മാത്രമേ നമുക്ക് ദുആ ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവർക്കും അസ്സലാമു.